ഞാൻ ഒന്ന് അർജുൻ മട്ടന്നൂരിലേക്ക് പോയി വരാം. കൊച്ചിയിൽ എന്താണ് അവസ്ഥ എന്ന് കൂടി നമുക്ക് നോക്കാം. തിരുവനന്തപുരവും കണ്ണൂരും നമ്മൾ കണ്ടു. കൊച്ചിയിലെ അവസ്ഥ അർജുൻ മട്ടന്നൂർ പറയും. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ അല്പം മഴ മാറി നിൽക്കുന്നുണ്ടല്ലേ? ഒരു 6-7 മണിയായിട്ട് മഴ പെയ്തിരുന്നില്ലെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കൊച്ചിയിലെ പ്രത്യേകത. അതായത് എറണാകുളം ജില്ലയിലൊക്കെ മലയോര മേഖലയിലൊക്കെ തന്നെ ഇന്നലെ രാത്രി തുടർച്ചയായി മഴ പെയ്തിരുന്നു. പക്ഷേ ഈ തുടർച്ചയായി മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു മേഖലയാണ് കൊച്ചി നഗരം. പക്ഷേ ഓരോ മണിക്കൂറുകൾ ഇടവിട്ട് മഴ പെയ്യുകയാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. അല്പം മഴ ചാറുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ മഴ ഇപ്പോൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രവുമല്ല മറ്റ് അനിഷ്ട സംഭവങ്ങളും നിലവിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊച്ചി നഗരത്തിൽ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ ഒരു വെള്ളം കയറുന്ന സാഹചര്യം നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ അത്തരം പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ മലയോര മേഖലയിൽ കുറച്ചുകൂടി കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് കോതമംഗലം, മൂവാറ്റുപുഴ, അതോടൊപ്പം തന്നെ ഇടുക്കിയോട് ചേർന്നുള്ള മറ്റ് മേഖലകൾ ഇവിടെയൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. രാത്രി യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിൽ ഈ വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്നവർ കൃത്യമായി ശ്രദ്ധിക്കണം. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ തന്നെ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ റാഫ്റ്റിംഗ്, കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. തൽക്കാലത്തേക്ക് അത് നിരോധിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയുടെ ഈ മലയോര മേഖലകളിലും സമാനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും മധ്യ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിലവിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ കൊച്ചി നഗരത്തിലടക്കം രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയുമാണ്. ഓക്കെ, എല്ലാവരും പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, മരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത, മണ്ണൊലിച്ചു വരാനുള്ള സാധ്യത, വെള്ളക്കെട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മലയോര മേഖലകളിലേക്കൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പലയിടങ്ങളിലും ഓടയുടെ നിർമ്മാണമൊക്കെ നടക്കുന്നത് കൊണ്ട് വെള്ളം പൂർണ്ണമായിട്ടും ഓടയിലേക്ക് വലിയണമെന്നില്ല. തകരപ്പറമ്പിലെ ദൃശ്യങ്ങളാണ് ഇടത്തെ സൈഡിൽ കാണിക്കുന്നത്. ഒരു തട്ടുകടയാണ്. അതിൻ്റെ ഗ്യാസ് സിലിണ്ടറിൻ്റെ കാൽഭാഗത്തോളം അതിൻ്റെ വെള്ളം കയറിയിട്ടുണ്ട്. കുറച്ചുകൂടെ മുകളിലോട്ട് പോയാൽ ഇന്ന് രാവിലെ പൊരിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നുവടയിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയാണ്. മാത്രമല്ല അവിടെ വന്ന് തട്ടുകടയിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ ആളുകൾക്ക് കഴിയാത്ത രീതിയിൽ അവിടെ വെള്ളക്കെട്ട് ഉണ്ടാവുന്നതും പ്രേക്ഷകർക്ക് കാണാം.